Dear students, today we will discuss about C programming lab for microbiology students. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് write a program to check whether a string is palindrome or not. ഒരു സ്ട്രിങ് അത് പാലിൻഡ്രോം ആണ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രിങ് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്താലും റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് ചെയ്താലും സെയിം കണ്ടന്റ് കിട്ടണം. ഓക്കെ, എക്സാമ്പിൾ പറയാം. മാഡം, MADAM, അത് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാലും റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് ചെയ്താലും സെയിം ആണ് വായിക്കുക. അതുപോലെ മലയാളം, ഓക്കെ, മലയാളം ലെഫ്റ്റ് ടു റൈറ്റ് വായിച്ചാലും റൈറ്റ് ടു ലെഫ്റ്റ് വായിച്ചാലും സെയിം ആണ് പ്രൊനൗൺസിയേഷൻ. അങ്ങനെയുള്ള കണ്ടന്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള വേർഡുകൾ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കാനുള്ള കണ്ടന്റ് ആണ് പാലിൻഡ്രോം. അപ്പോൾ ഒരു വേർഡ് എൻ്റർ ചെയ്യുക, ആ വേർഡ് പാലിൻഡ്രോം ആണോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ടെർബോ സ്റ്റാർട്ട് ടെർബോ. Here hash include stdio.h, hash include string.h. നമ്മൾ .h കൊടുക്കുന്ന ഹെഡർ ഫയൽസ് ആഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കും, യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസിലൊക്കെ എന്താ ചെയ്യണം, മുകളിൽ നമുക്ക് ഇതുപോലെ stdio.h, string.h, അതുപോലെ conio.h, സി ടൈപ്പ് ഓരോ കണ്ടന്റ് നമുക്ക് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യണം ഫംഗ്ഷൻസ്. ദെൻ വോയിഡ് ഇൻ്റെ മെയിൻ ഫംഗ്ഷനാണ്. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൽ നിന്ന്, മെയിൻ ഫംഗ്ഷൻ്റെ മാത്രമേ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുള്ളൂ. ദെൻ കാർ str100, ഒരു ക്യാരക്ടർ അറേ ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. 100 സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ അറേ, അത് 0 to 99. ഓക്കെ അല്ലേ? ദെൻ ഇൻഡ് ഐ ലെങ്ത് ഫ്ലാഗ്, 3 ലോക്കൽ വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്ലാഗ് ഈസ് ഈക്വൽ നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വേരിയബിൾ ഫ്ലാഗ് സാധാരണ യൂസ് ചെയ്യാൻ ഫ്ലാഗ് നെയിം മാത്രമാണ് ഫ്ലാഗ് എന്ന്. പൊതുവെ നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ കണ്ടന്റിന്റെ ഡാറ്റ ആക്സസ് ചെയ്യാനാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വേരിയബിൾ സെറ്റ് ചെയ്തോളൂ വിചാരിക്കും 0, അത് പെട്ടെന്ന് 1 ആവും. ഫ്ലിപ്പ് ഫ്ലാപ്പ് ലൊക്കേഷൻ ഉണ്ടാവും, അതായത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഗിന്റെ വാല്യൂ സാധാരണ 1 അല്ലെങ്കിൽ 0 ആ രൂപത്തിലാണ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ CLR SCR ക്ലിയർ സ്ക്രീൻ. ദെൻ പ്രിന്റ് എഫ് പ്ലീസ് എൻ്റർ എനി സ്ട്രിങ്, ഒരു സ്ട്രിങ് നമ്മൾ എൻ്റർ ചെയ്യണമല്ലോ, ആ എൻ്റർ ചെയ്ത സ്ട്രിങ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അത് റീഡ് ചെയ്യാനുള്ള മെത്തേഡ് കൊടുത്തിട്ടുണ്ട് ഗെറ്റസ്. സ്ട്രിങ് റീഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ഗെറ്റസ് ആണ്, ഗെറ്റസ് STR. അപ്പോൾ സ്ട്രിങ് റീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓരോ ആ സ്ട്രിങ്ങിന്റെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ അറേയുടെ ഓരോ എലമെന്റ് ആക്കി നമ്മൾ റീഡ് ചെയ്തെടുക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് അതിന് ലെങ്ത് കാണും. strlen എന്ന ഫംഗ്ഷൻ ഉണ്ട്. സ്ട്രിങ് ലെങ്ത് കാണാനുള്ള ഫംഗ്ഷനാണ് strlen, സ്ട്രിങ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഇവിടെ string.h നമ്മൾ കൊടുത്തത് കണ്ടോ, strlen ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഗെറ്റസ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ സ്ട്രിങ് ഫംഗ്ഷനാണ്. സ്ട്രിങ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ലൈബ്രറി ഫംഗ്ഷൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ strlen str. അപ്പോൾ സ്ട്രിങ് ലെങ്ത് എത്രയുണ്ടോ ആ ലെങ്ത് കംപ്ലീറ്റ് അവിടെ സ്റ്റോർ ചെയ്യും, ഇവിടെ സ്റ്റോർ ചെയ്യും. അതിന്റെ കൗണ്ട് സ്റ്റോർ ചെയ്യും, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ക്യാരക്ടേഴ്സ് ഉദ്ദേശിച്ച് എത്ര ലെങ്ത് ഉണ്ട് അറേയുടെ സ്പേസ്, അത് സ്റ്റോർ ചെയ്ത് ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞ len എന്ന് പറഞ്ഞ വേരിയബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യും. ദെൻ ഫോർ I is equal to 0, I less than len I plus plus. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് വെച്ച് റീഡ് ചെയ്യണം. ഫസ്റ്റ് അറേയുടെ ഇൻഡെക്സ് 0 ആണല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ ഇവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ലെങ്ത് ആണ് ഉദ്ദേശിച്ചത്, അറേയുടെ ലെങ്ത് അത് ഇവിടുന്ന് കിട്ടും അല്ലെ, strlen കണ്ട ലെങ്ത് കിട്ടും. ദെൻ ഇഫ് stri നോട്ട് ഈക്വൽ ടു strl, അത് സ്ട്രിങ്ങിന്റെ വാല്യൂ ഇപ്പൊ 0 ആണ്. അപ്പൊ ഇവിടെ 0 ഇൻഡെക്സിലെ കണ്ടന്റ് എന്താണോ 0 ഇൻഡെക്സിലുള്ള ഫസ്റ്റ് ലെറ്റർ ആ ലെറ്ററും, അതുപോലെ strlen -i -1, ഫസ്റ്റ് ലെറ്ററിന് ഈ ഒരു ലെങ്ത് ഇപ്പൊ 10 ആണ് വിചാരിക്കാം. 10ൽ നിന്ന് ഈ I കുറയ്ക്കുക, I എന്ന് പറഞ്ഞാൽ I0 എന്നപ്പോൾ ഉള്ളത്, അപ്പൊ 0 കിട്ടും. 10 - 0 എന്ന് പറഞ്ഞാൽ 10 ആണ് പ്രിന്റ് ചെയ്ത് കിട്ടുക. ആ 10ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, അപ്പൊ 9 കിട്ടും. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് strlen ലെങ്ത് മാക്സിമം അറേയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 ആണ് സൈസ് ഉണ്ടെങ്കിൽ 0 to 99 വരെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് അതിന് 1 മൈനസ് ചെയ്യണം. അപ്പൊ മാഡം എന്നുള്ള കണ്ടന്റ് ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എമ്മും ലാസ്റ്റ് ലെറ്ററും എം ആയിരിക്കണം. അപ്പൊ മലയാളം WOW. അപ്പൊ എങ്ങനെ വരും, ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും സെയിം ആയിരിക്കണം. അപ്പൊ സെയിം അല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നോട്ട് ഈക്വൽ ടു സെയിം അല്ലയോ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടും നോട്ട് ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എമ്മും ലാസ്റ്റ് ലെറ്റർ കെയും ആണ് വിചാരിക്കുക. അപ്പൊ അത് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക. കാരണം ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ലെറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. സപ്പോസ് മാഡം കണ്ടോ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് മാഡം. അപ്പൊ ഇതിൽ ഫസ്റ്റ് ലെറ്റർ എം ആണ്, ലാസ്റ്റ് ലെറ്റർ എം ആണ്.
ഈ രണ്ട് ലെറ്ററും ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. ഈക്വൽ അല്ല എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നത് ഇവിടെ. ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു ആണോ ചെക്ക് ചെയ്യുക. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. പിന്നെ ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും ഈക്വൽ ആണ് കേസ് മാത്രമേ നമ്മൾ എടുത്താൽ മതി. ആണല്ലോ, ഓക്കെ. അപ്പോൾ അത് ഈക്വൽ ചെക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി അതല്ല, ഈ രണ്ടാമത്തെ കേസ് ഐ ഈക്വൽ ടു ഇൻക്രിമെന്റ് ചെയ്തു, ഐ ഈസ് ഈക്വൽ ടു 1 ആയി. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, STR1 രണ്ടാമത്തെ ലെറ്റർ, MA എന്ന് പറഞ്ഞ ലെറ്റർ. ഈ എ എന്ന് പറഞ്ഞ ലെറ്ററും ലാസ്റ്റിൽ നിന്ന് 2 ലെറ്റർ കുറച്ചിട്ടുള്ള ലെറ്ററും, അതാ ഈ എ, ഇത് രണ്ടും ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം. അവിടെ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അപ്പോഴും ബ്രേക്ക് ചെയ്യാം. നോട്ട് ഈക്വൽ ആണെങ്കിൽ ബ്രേക്ക്. കാരണം ഫസ്റ്റ് ലെറ്റർ ഈക്വൽ ആയിരിക്കാം, സെക്കൻഡ് ലെറ്ററും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോഴും അത് ഈ സെയിം ലെറ്റേഴ്സ് ആവില്ല. എന്ന് പറഞ്ഞാൽ ഒരു പാലിൻഡ്രോം ആവില്ല. അപ്പോഴും എന്ത് ചെയ്യും, എക്സിറ്റ് ആവും. അപ്പൊ എല്ലാ കേസിലും ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് ലെറ്ററും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും ഈക്വൽ ആയിരിക്കണം, തേർഡ് ലെറ്ററും തേർഡ് ലാസ്റ്റ് ലെറ്ററും ഈക്വൽ ആയിരിക്കണം, ഫോർത്ത് ലെറ്ററും ഫോർത്ത് ലാസ്റ്റ് ലെറ്ററും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ 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 വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇവിടെ ഡി എന്ന ലെറ്റർ ഒക്കെ സെൻട്രലായിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഐ ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 1, ഐ ഈക്വൽ ടു. ഇപ്പൊ ഐ ഈക്വൽ ടു 2 എന്ന് വരുമ്പോഴാണ് ഈ ലെറ്റർ ഇട്ട്, ഡി എന്ന ലെറ്റർ ഇട്ട്. അപ്പൊ അതും ഇവിടെ അതുപോലെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ടും കുറഞ്ഞു വരുമ്പോൾ ഇവിടെ എന്ത് കണ്ടന്റ് കിട്ടും, ഡി എന്നുള്ള ലെറ്റേഴ്സ് ഇവിടെയും കിട്ടും. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ സെയിം ലെറ്ററിൽ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്തു. ഓക്കെ. അപ്പോ ഫ്ലാഗ് ഈക്വൽ ടു 0, ഫ്ലാഗ് ഈക്വൽ ടു 0 മുകളിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. ഓക്കെ, ഇവിടെ ഫ്ലാഗ് ഈക്വൽ 0. ഫ്ലാഗ് ഈക്വൽ ടു 0 ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഫ്ലാഗ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്തതിനും കൂടെ തന്നെ ബ്രേക്ക് ചെയ്യും. കാരണം ഏതെങ്കിലും ഒന്ന് വാരിയേറ്റ് ചെയ്താൽ മതി, അത് പാലിൻഡ്രോമായി കിട്ടില്ല. തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം, ദ സ്ട്രിംഗ് ഈസ് എ പാലിൻഡ്രോം. ഓക്കെ. ഇനി അത് പാലിൻഡ്രോം അല്ലാത്ത കേസ്, കാരണം ഈ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെങ്കിലോ എൽസ് പാർട്ടിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 ആകുമ്പോൾ നോട്ട് ഈക്വൽ ടു പാലിൻഡ്രോം എന്ന് പ്രിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഈ ഒരു സെന്റൻസ് മാത്രം കൊടുത്താൽ മതി, ഈ ഒരു കണ്ടന്റ് വാല്യൂ. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്റർ സ്ട്രിംഗ് മാഡം എന്ന് കൊടുക്കാം. മാഡം is a palindrome string. ഓക്കെ അല്ലേ? അതുപോലെ മലയാളം, ഓക്കെ, പാലിൻഡ്രോം സ്ട്രിംഗ്. ക്ലിയർ? ഇതൊന്നും അല്ലാതെ വേർഡ് എടുത്ത് നോക്കിയേ. ഇപ്പൊ മലയാളം തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി കൊടുക്കാം. UM കൊടുത്തു, AM UM. ഓക്കെ, മലയാളം ഈസ് കണ്ടോ, നോട്ട് എ പാലിൻഡ്രോം സ്ട്രിംഗ്. ഇപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും കമ്പയർ ചെയ്യുമ്പോൾ അത് നോട്ട് ഈക്വൽ ടു എന്നുള്ള കേസാണ് വരിക. അപ്പോൾ അത് എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യും. പിന്നെ ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു പ്രോഗ്രാമായി വരാം. താങ്ക് യു.